ദിഹാങ്ക ട്രാവലറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ വെജിറ്റബിൾ കുറുമയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ വേഗം തന്നെ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ കാണാം. ഈസി ആയിട്ട് ഉണ്ടാക്കാനായിട്ട് നമ്മൾ കുക്കറിലാണ് നമ്മളുടെ പച്ചക്കറികൾ വേവിച്ചെടുക്കുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്ന പച്ചക്കറികൾ ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങൾ 1.5 കപ്പ്, ക്യാരറ്റ് കഷ്ണങ്ങൾ 1 കപ്പ്, ബീൻസ് ചെറുതായി അരിഞ്ഞത് 1/4 കപ്പ്, കോളിഫ്ലവർ 1 കപ്പ്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ ഉപ്പ്, 1 കപ്പ് വെള്ളം, ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒറ്റ വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുകയാണ്. ഒറ്റ വിസിൽ മാത്രം അടിച്ചാൽ മതി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പച്ചക്കറികളുടെ കളറ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓവർ കുക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പച്ചക്കറികളുടെ നിറം നഷ്ടമാകും. പച്ചക്കറികൾ നിറം പോവാതെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 2 ഗ്രാമ്പു, 3 ഏലക്ക, വളരെ ചെറിയ കഷ്ണം കറുവപ്പട്ട, ഇത്രയും തന്നെ ഇട്ടാൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് അരച്ചെടുക്കും. അപ്പോൾ കൂടുതൽ നമ്മൾ മുഴുവൻ ഗരം മസാല ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലേവർ വല്ലാണ്ട് അതിൻ്റെ ഒരു കുത്ത് വരും. അപ്പോൾ അത് കാരണം ഇത്രയും തന്നെ ഇട്ടാൽ മതി. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ മുഴുവൻ കുരുമുളകും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അതിന് ശേഷം അതിലേക്ക് 1/4 കപ്പ് സബോള അരിഞ്ഞത്, ഒരു ഇടത്തരം സബോള അരിഞ്ഞത് ചേർക്കുക. അതിൻ്റെ ഒപ്പം ഉപ്പ് ചേർക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും 4 പച്ചമുളകും ഇട്ടിട്ട് ഒരു 30 സെക്കൻഡ് നേരം വാട്ടിയെടുക്കാം. അതിനുശേഷം അതിലേക്ക് 1/2 കപ്പ് തക്കാളി ചേർക്കുക. എന്നിട്ട് അത് തക്കാളി ചെറുതായിട്ടൊന്ന് വാടി വരണം, അതായത് അതിലേക്കൊന്ന് അലിഞ്ഞ് വരണം. അതിനുശേഷം അതിലേക്ക് 1/4 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്തിട്ട് 1 മിനിറ്റ് നേരം വഴറ്റണം. ഇനി ഇത് നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ ഒരു 10 കഷ്ണം കാഷ്യൂ നട്ടും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അത് മസാലക്കൂട്ട് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ അരച്ചു വെച്ചിരിക്കുന്ന മസാലക്കൂട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് തേങ്ങാക്കൂട്ട് ആയതുകൊണ്ടാണ് എപ്പോഴും ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നത്. ഒരു 2 മിനിറ്റ് നേരം ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് നമ്മളൊരു 1/4 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. കാരണം ഇത് ചാറ് നല്ല കട്ടിയായിട്ട് വരും. അപ്പോൾ കുറച്ച് വെള്ളം നമുക്ക് ഗ്രേവിക്ക് ആവശ്യമാണ്. അപ്പം 1/4 കപ്പ് വെള്ളം ഇവിടെ ചേർത്ത് കൊടുക്കാം. നല്ലോണം ചൂടായി വരുമ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരു പത പോലെ വരും. ആ സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നല്ലോണം തിളപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. ഈ സ്റ്റേജിൽ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടോ നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ ഞാനിവിടെ കുറച്ച് പച്ചമുളകും കൂടെ എരിവിന് വേണ്ടിയിട്ട് ഇടുന്നുണ്ട്. ഇതധികം എരിവില്ലാത്ത ഒരു കറിയാണ്. അപ്പോൾ എരിവ് വേണം എന്നുള്ളവർക്ക് വേണമെങ്കിൽ പച്ചമുളക് ഈ സ്റ്റേജിൽ ചേർക്കാവുന്നതാണ്. ഗ്രേവി നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. എനിക്ക് ഇത്രയും തിക്നെസ് മതി. നിങ്ങൾക്ക് ഇനി ഇത് കുറച്ചുകൂടെ ലൂസ് കൺസിസ്റ്റൻസിയിലാണ് വേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം ചേർക്കാൻ. ഈ സ്റ്റേജിൽ 1/2 കപ്പ് ഫ്രോസൺ ഗ്രീൻ ബീൻസ് ചേർക്കുകയാണ്. ഈ ഗ്രീൻ ബീൻസ് ചേർത്ത് കഴിഞ്ഞ ഉടനെ തന്നെ തീ ഓഫ് ചെയ്യാണ്. കാരണം അതിൻ്റെ ചൂട് വെറുതെ ഒന്ന് തട്ടിയാൽ മതി, അപ്പോൾ തന്നെ ഗ്രീൻ ബീൻസ് വേവും. അങ്ങനെ നമ്മളുടെ കറി റെഡി ആയിട്ടുണ്ട്. നമ്മളൊന്നും ഇതിനകത്ത് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിയുടെ കൂടെയോ ബട്ടർ നാനിൻ്റെ കൂടെയോ ബ്രെഡിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ ഏതിൻ്റെ കൂടെ വേണമെങ്കിലും വളരെ നല്ല കോമ്പിനേഷനാണ്. എല്ലാവർക്കും ഈ കറി ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാനും വലിയ ബുദ്ധിമുട്ടില്ല, എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കും കേട്ടോ.